എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കം? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തേണ്ടത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത് ഒരു 40 വയസ്സുള്ള പുരുഷൻ മുതൽ പ്രായം കൂടുന്തോറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരും. അത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ചികിത്സയുടെയും ആവശ്യമില്ല. പക്ഷേ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുമ്പോൾ അവർക്ക് മൂത്രത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചികിത്സ വേണം താൻ. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത് ഒരു ക്യാൻസർ അല്ല, സാധാരണ പ്രതിഭാസമാണ്. നമ്മൾ തലമുടി നരയ്ക്കുന്ന പോലെ, കഷണ്ടി വരുന്നത് പോലെ ഒരു സാധാരണ പ്രതിഭാസമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത്. അതിനായിട്ട് ഒരു ചികിത്സയ്ക്ക് ആവശ്യമില്ല. പക്ഷേ ആ ഗ്രന്ഥി വീക്കം നമുക്ക് എന്തെങ്കിലും മൂത്രം ഒഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുകയാണെങ്കിൽ ചികിത്സ എടുക്കുകയും വേണം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ ലക്ഷണങ്ങൾ? മൂത്രം ഒഴിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരിക്കും? സാധാരണ നമ്മൾ കണ്ടുവരുന്നത് മൂത്രം ഒഴിക്കാൻ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ മൂത്രം ഉടനെ വരാതിരിക്കുക, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അതിന് ശക്തി ഇല്ലാതിരിക്കുക, അത് കാലിൻ്റെ അടുത്ത് തന്നെ വീഴുക, വസ്ത്രങ്ങളെല്ലാം നനയുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഇനി എനിക്ക് കുറച്ചും കൂടെ ഉണ്ട്, മൊത്തം ഒഴിച്ചിട്ടില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങ് നിന്ന് പോവുക, പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം തോന്നുന്നു, എനിക്ക് പിടിച്ചു നിർത്താനേ പറ്റുന്നില്ല, തോന്നിയാൽ ഉടനെ പോയേ പറ്റൂ, പോയില്ലെങ്കിൽ അറിയാതെ പോവുക, അതിൽ രാത്രി അടിക്കടി മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുക. ഇതെല്ലാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ലക്ഷണങ്ങളാകാം.